തിരുവനന്തപുരം പൗടിക്കോണത്ത് 11 വയസ്സുകാരി വീട്ടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ. ജനലിൽ കെട്ടിയ റിബൺ കഴുത്തിൽ കുരുക്കിട്ട നിലയിലായിരുന്നു. മാതാപിതാക്കൾ സ്ഥലത്ത് ഇല്ലാത്തപ്പോഴായിരുന്നു സംഭവം. എസ് ശാലിനി വിവരങ്ങളുമായി ചേരുന്നു. ശാലിനി, എന്താണ് സംഭവിച്ചത്? വിവരങ്ങൾ. ഇന്ന് വൈകിട്ടോടുകൂടിയാണ് തിരുവനന്തപുരം പൗടിക്കോണത്ത് 11 വയസ്സുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. സ്വാഭാവിക തൂങ്ങിമരണമാണോ എന്നതിലടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ജനലിൽ കെട്ടിയ റിബൺ കഴുത്തിൽ കുരുക്കിട്ട നിലയിലാണ് മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിലാണ് ദുരൂഹത ഇപ്പോൾ ഏറുകയും ചെയ്തിട്ടുള്ളത്. ഈ കുട്ടിയും കുട്ടിയുടെ സഹോദരിയും വീട്ടിലുള്ളപ്പോഴാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. ആത്മഹത്യ അഭിനയിക്കുന്നതിനിടയിൽ കുരുക്കുമുറുകി മരണത്തിന് കീഴടങ്ങിയതാകാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിയിട്ടുള്ളത്. കുട്ടികൾ തമ്മിൽ കളിക്കുന്നതിനിടെ ഇത്തരത്തിൽ ആത്മഹത്യ അഭിനയിച്ചതാകാം. ആ ആത്മഹത്യ അഭിനയിക്കുന്നതിനിടയിൽ കുരുക്കുമുറുകി മരണം സംഭവിച്ചതാകാം എന്നൊരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലാണ് ഇപ്പോഴുള്ളത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ വീട്ടിലില്ലാത്തപ്പോഴാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതും ഈ അസ്വാഭാവികത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സഹോദരി അടക്കമുള്ള കുട്ടിയുമായി വലിയ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾ ഇപ്പോൾ തുടരുകയാണ്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിൽ എന്തെങ്കിലും ദുരൂഹത ഇവിടെ ഉണ്ടായിട്ടുണ്ടോ, അതോ മറ്റെന്തെങ്കിലും സംഭവമാണോ പിന്നിൽ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസ് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തുകയാണ്. അതിൽ പ്രാഥമിക നിഗമനത്തിൽ കഴിക്കുന്നതിനിടയിൽ കഴുത്തിൽ കുരുക്ക് വീണ് മുറുകിയതാകാം എന്നുള്ളൊരു നിഗമനമാണ് ഉള്ളത്. അതേസമയം തന്നെ മറ്റാരെങ്കിലും ഈ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടോ, മറ്റേതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഇതിലുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുകയാണ്. എന്നാൽ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് പൗടിക്കോണത്ത് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ് തിരുവനന്തപുരം പൗടിക്കോണത്ത് ഇറങ്ങിയിട്ടുള്ളത്. 11 വയസ്സ് മാത്രമാണ് ഉള്ളത്. 2 വയസ്സ് ഇളയതായ കുട്ടി സഹോദരിക്കൊപ്പമായിരുന്നു. ഇരുവരും വീട്ടിൽ കളിക്കുന്നതിനിടയിലാണ് അച്ഛനമ്മമാർ പുറത്തേക്ക് പോയത്. ഇതിനിടയിലാണ് ഈ ദാരുണ സംഭവം അരങ്ങേറിയിട്ടുള്ളത്. എന്തായാലും അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അന്വേഷണവും ആരംഭിക്കുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ പുറത്തു വരും. ശരി.